ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ചെനക്കത്തൂർ പൂരം കാണാൻ പോവുക കേട്ടോ. പൂരം ഫുള്ളൊന്നും കാണുന്നില്ല, കുറച്ച് നേരം കണ്ടിട്ട് നിങ്ങൾ പൂരം. കാരണം വെച്ചാൽ അവിടെ ബ്ലോക്ക് ആവും, പിന്നെ പട്ടാമ്പിക്ക് പോരും വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഒന്ന് പോയി തൊഴുതി പോരും കേട്ടോ. ഞാനും അമ്മയും ഏട്ടനും കുട്ടികളും ഉണ്ട്. അച്ഛൻ നേരത്തെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും പൂരത്തിൻ്റെ ഒരു ഫീൽ തരാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളും പിന്നെ സൈഡിലൊക്കെ പോരിയും പിന്നെ അവലും ഈന്തപ്പഴവും ഹൽവയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഈ ഒരു പന്തൽ കണ്ടിട്ടാണ് കയറിയത്. പന്തൽ കണ്ട് കുറച്ചും കൂടെ നടക്കുമ്പോഴേക്കും ഈ രണ്ട് കാളകൾ ഇങ്ങനെ വലിയ കാളകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കൊച്ചി രാജാവാണ്, വേറൊരു പേര് കേട്ടോ, എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആദ്യം താഴത്തെ അമ്പലം പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയമായിരുന്നല്ലോ ഞങ്ങൾ എത്തിയപ്പോൾ, അത് അടച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഫ്രണ്ടിലുള്ള ദൈവത്തിനെയൊക്കെ പോയി ഞങ്ങൾ കയറി തൊഴുതി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ കയറി തൊഴുത് ഫ്രണ്ടിലൊക്കെ പോയി. അപ്പോൾ ഒരു പൂതെന്നൊക്കെയാണ് ഞങ്ങളുടെ പറയുക. ഇനിയിപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കില്ലേ. അപ്പോൾ അവരുടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഡാൻസ് കളിക്കും ഇതൊക്കെ ചെയ്യായിരുന്നു. ഡാൻസാണോ അതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ നിന്ന് തൊഴുത് അത്യാവശ്യം നല്ല തിരക്ക്. അപ്പോൾ അവിടെ നിന്ന് ഓരിടലും ഇങ്ങനെ സൗണ്ട് ഇടില്ലേ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ വന്നപ്പോൾ പിന്നെ വേറെ 3 ഇതും കൂടെ വന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഡാൻസ് കളിച്ച് അതൊക്കെ കുറേ ആൾക്കാർ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ മരച്ചോട്ടിലും പിന്നെ വെയിലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നേരത്തെ വന്ന് സ്ഥലം പിടിച്ചാലേ എല്ലാം കാണാൻ പറ്റുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് കുറേ ആൾക്കാർ ആ ചുറ്റും വന്നിട്ട് ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അമ്മമാരൊക്കെ നേരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ. ആ കൊട്ടിനനുസരിച്ച് അവർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെനക്കത്തൂർ പൂരത്തിന് ഈ സമയത്ത് പോയിട്ട് ഇങ്ങനെ കാണുന്നതും വീഡിയോസ് എടുക്കുന്നതും. 2 പ്രാവശ്യം പോയതും നേരത്തെ പോയി തൊഴുത് ഫോട്ടോ എടുത്തുകൊണ്ട് പോരുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോയിട്ടാണ് നേരെ കാണാനും ഇങ്ങനെയുള്ളതൊക്കെ കാണാനൊക്കെ പറ്റിയത് കേട്ടോ. നല്ലോണം ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ ഭാഗത്ത് ചെനക്കത്തൂരിൻ്റെ ഭാഗത്ത് വീടുകളിലുള്ളവർ ആരെങ്കിലും ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഇതിൻ്റെ മേലേക്ക് നിന്നിട്ട് കേട്ടോ, കാളുകളുടെ അടുത്ത്. പിന്നെ ഞങ്ങളത് കണ്ടത് മറ്റേ കുടയില്ലേ, ആനപ്പുറത്ത് പിടിക്കണതാണോ അതങ്ങനെ കഴിയുമ്പോൾ പിടിക്കണതാണെന്ന് അറിയില്ല. ഞാൻ എന്നിട്ട് അതിൻ്റെ വെയിറ്റൊക്കെ നോക്കിയായിരുന്നു. നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവർക്ക് എയർ ബലൂൺ വേണം പറഞ്ഞ് എയർ ബലൂണും മേടിച്ചു. ഒരു കോഴിയും ഒരു എയറോപ്ലെയിനായിരുന്നു, അത് മേടിച്ചു. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കില്ലേ, ആ സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടോ. അത് 100 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ്. അതൊക്കെ കണ്ടതിന് നല്ല രസമുണ്ടായിരുന്നു കാണാനും. അങ്ങനെ ആ സൗണ്ടൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സേവാഭാരതിൻ്റെ സംഭാരം വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റുള്ള സംഭാരമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ആ സംഭാരം വാങ്ങി കുടിച്ചു. ഞാൻ 2 ഗ്ലാസ് മേടിച്ചു, അപ്പൂസൻ 2 ഗ്ലാസ് മേടിച്ചു, ചിങ്കുട്ടനും 2 ഗ്ലാസ് മേടിച്ചു. സംഭാരമൊക്കെ കുടിച്ചു ഞങ്ങൾ കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു സംഭാരം കുടിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം ഇങ്ങനെ കയറുന്ന സമയത്ത് കണ്ട മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ കയറിയ സമയത്ത് കണ്ട ആ പന്തലുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ കയ്യിൽ നിന്ന് അപ്പൂൻ്റെ കോഴി പറന്നുപോയി. എന്നിട്ട് അമ്മ അത് പിടിക്കാൻ അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ അവസാനം കോഴി കിട്ടി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് വന്നിട്ടോ. അമ്മയ്ക്കത് പിടിക്കാൻ കിട്ടിയത് ഭാഗ്യം. അതിൻ്റെ അടുത്ത് വേറൊരു ഏട്ടനും കൂടി ഉണ്ടായിരുന്നു. ആ ഏട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അമ്മ ആ കോഴീനെ പിടിച്ചത്. പിന്നെ അമ്മ ആ കോഴീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇനി എങ്ങാനും പറന്നു പോയാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഒരെണ്ണത്തിന് 80 രൂപയായിരുന്നു. അത് ഞങ്ങൾ കുറച്ചും കൂടെ വന്നപ്പോൾ പിന്നെയും കണ്ടു കേട്ടോ, വലിയൊരു പന്തലിട്ടത് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു ഈ പന്തലിട്ടതൊക്കെ കാണാൻ. പക്ഷേ നൈറ്റ് ആയിരിക്കും ശരിക്കും ഇതിൻ്റെ നല്ലൊരു ഭംഗി ഉണ്ടാവുക, കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ നൈറ്റ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെയൊക്കെ ബ്ലോക്ക് ആവണത് കൊണ്ട് ഞങ്ങൾ നേരത്തെ പോരുകയോ ചെയ്തിട്ട്. എന്നിട്ടും തന്നെ കുറച്ച് ഞങ്ങളിങ്ങോട്ട് പോകുന്നപ്പോഴേക്കും തന്നെ 2 മണിയാകുമ്പോഴേക്കും തന്നെ ബ്ലോക്ക് തുടങ്ങിയായിരുന്നു. ഞങ്ങളൊക്കെ റൂട്ട് മറ്റേ ഒറ്റപ്പാലത്തിൽ നിന്ന് വേറൊരു ചെറിയൊരു വഴി കൂടെയൊക്കെയാണ് കേട്ടോ കയറ്റി വിട്ട്. ഞങ്ങളങ്ങനെ ചെറിയ വഴി കൂടെയൊക്കെ അങ്ങനെ പോകുന്ന ഒരു വിധം ലേറ്റൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്.
നിങ്ങൾ ആരൊക്കെ ഈ വീഡിയോസ് കാണുന്ന എത്ര ആൾക്കാർ പൂരത്തിന് പോയി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം.